ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പുനരധിവാസ പാക്കേജ് എന്നതിനേക്കാൾ ഒരു ഫാമിലിയായി താമസിക്കുന്നതിനുള്ള ഒരു ഫാമിലി പാക്കേജാണ്. അതായത് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോൾ പരസ്പരം അറിയാം, അവർ ക്യാമ്പിൽ എല്ലാവരും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലം അവർക്ക് ഒരുക്കുമ്പോൾ, അതായത് വാടക വീടുകളായിക്കോട്ടെ, ഫ്ലാറ്റുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് മെക്കാനിക്കൽ ആകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതായി കഴിയുമ്പോൾ നമ്മൾ ആ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ടു. ഈ മനുഷ്യരൊക്കെ പരസ്പരം കണ്ടിട്ടൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഒരിക്കലും ഒന്നിച്ച് താമസിക്കാത്ത മനുഷ്യർ ഒരു ക്യാമ്പിൽ ആ ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിക്കുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടിട്ട് അവിടെ ക്യാമ്പിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന മനുഷ്യരുണ്ട്. 11 പേരുള്ള കുടുംബത്തിൽ 2 പേർ മാത്രമായി അവശേഷിച്ചു, 9 പേരും പോയി എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുടുംബങ്ങളാണ്. 4 മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ച 11 പേരുള്ള കുടുംബങ്ങൾ. അങ്ങനെ ഒരു 3-4 പേരെയെങ്കിലും ഞാൻ കണ്ടു. അതിലൊക്കെ 2 പേർ അല്ലെങ്കിൽ 3 പേരെ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.